അവർക്ക് വിസിറ്റ് വരേണ്ടി വരും. എന്തിന്? യാചിക്കാൻ വേണ്ടി. അത് നമ്മൾ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതിന്റെ മുമ്പേ അവർക്ക് നല്ല ഇസ്സത്തുള്ള ഒരു അനുഭവം ഉണ്ടാവാൻ നമ്മൾ ആ വിഷയത്തിൽ ഇടപെടണം എന്ന് ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ഹംബലി മദ്ഹബിന്റെ ഇമാമാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പള്ളിയിൽ പോയിരുന്ന് ഞാനൊരു ജോലിയും ചെയ്യില്ല, എന്റെ ഭക്ഷണം എന്റെ മുമ്പിലേക്ക് കടന്നു വരട്ടെ എന്ന് ചിന്തിച്ച് പള്ളിയിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്ത് പറയുന്നു അഹ്മദ് ഇബ്നു ഹംബലേ റളിയല്ലാഹു അൻഹു? പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാരെ കുറിച്ചല്ലേ പറഞ്ഞത്. അവർ അധ്വാനിക്കുകയാണ്. അവരുടെ കുടുംബത്തെ നാട്ടിൽ നിർത്തിയിട്ട് അവർ നമ്മുടെ മഹല്ലുകളിൽ താമസിക്കുകയും മദ്രസകളും പള്ളികളും നടത്തിപ്പോ അതുമായി ബന്ധപ്പെട്ട അമലുകളിൽ വ്യാപൃതരാണ്. ഒരാൾ പള്ളിയിൽ പോയിരിക്കാൻ, ഉസ്താദിന് ചോറ് വരുമല്ലോ, എനിക്കത് കിട്ടിയാൽ മതി. ഈ ഏർപ്പാടുകൾ, അങ്ങനത്തെ ആൾക്കാരൊന്നും മുണ്ടയിലുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ വിഷയം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ കയ്യും കെട്ടിയിരിക്കുക, എന്തെങ്കിലും വരുമ്പോ കിട്ടട്ടെ. പള്ളികളിൽ ഹലക്കകളായിരിക്കുന്നവരെ, ജോലി ചെയ്യാതിരിക്കുന്നവരെ ആരെങ്കിലും തരുന്നത് കൊണ്ട് ആരോഗ്യമുള്ള ആളുകൾ ഇത് ചെയ്യരുത്. അവർ പോയി ജോലി ചെയ്യണം. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ്, പള്ളിയിൽ ഇങ്ങനെ കയ്യും കെട്ടിയിരുന്നിട്ട് എന്റെ ഭക്ഷണം എന്റെ മുമ്പിലേക്ക് വരട്ടെ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് എന്ത് പറയുന്നു? പള്ളിയിലായിരിക്കണത്, വീട്ടിൽ തന്നെ കൈകെട്ടിയിരിക്കണ പറ്റി പിന്നെ എന്താ പറയാ? പള്ളിയിൽ പോയിട്ട് കൈകെട്ടിയിരിക്കാൻ മിനിമം ഏഴ്ചക്കാഫിന്റെ കൂലിയെങ്കിലും ഉണ്ടാവും അല്ലെ? അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ വീട്ടിൽ തന്നെ കയ്യും കെട്ടിയിരിക്കുന്ന ചെറുപ്പക്കാർ, വിദ്യാഭ്യാസം കഴിഞ്ഞവരെ ബാപ്പ അയച്ചു തരുന്നുണ്ടല്ലോ, ഇനി എന്തിന് ഞാൻ അധ്വാനിക്കണം? ജ്യേഷ്ഠൻ തരുന്നുണ്ടല്ലോ എമ്പാടും, ഇനി ഞാൻ എന്തിന് അധ്വാനിക്കണം? അവർ മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ, ഇൽമില്ലാത്ത പടുജാഹിലായ മനുഷ്യനാണ് ഇയാളെന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അമാ സമിഅ ഖൗലൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ടിട്ടില്ലയോ? ജുഇല റിസ്ഖി തഹ്ത ളില്ലി റുംഹി, ജുഇല റിസ്ഖി തഹ്ത ളില്ലി റുംഹി, എന്റെ കുന്തമുനയുടെ നിഴലിലാണ് എന്റെ റിസ്ഖ് അല്ലാഹു തന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംബിയാഇന് മുമ്പ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്ന അംബിയാക്കന്മാർക്ക് യുദ്ധങ്ങളിൽ കിട്ടുന്ന യുദ്ധമുതലുകൾ, ഗനീമത്തുകൾ ജായിസ് അല്ലായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന് അത് ജായിസാക്കി കൊടുത്തു. സ്വഹാബത്തിന് അത് ജായിസാണ്. യുദ്ധത്തിൽ സംബന്ധിക്കുന്നവർക്ക് ഗനീമത്ത് കിട്ടും. എന്റെ ഉമ്മത്ത്, ത്യാഗം ചെയ്യുന്ന എന്റെ ഉമ്മത്ത്, അവരെ തുരത്തി ഓടിക്കാൻ വരുന്ന ശത്രുക്കളോട് തിരിച്ചവർക്ക് മറുപടി കൊടുക്കാൻ കുന്തമുനകളെടുത്ത് ഞാൻ പോകുന്നത് എനിക്ക് അല്ലാഹു ഇതിലൂടെ റിസ്ക് തരുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി നിങ്ങൾ പറയുമ്പോൾ ഓർക്കണം, ഏതെങ്കിലും ഒരു സമൂഹത്തെ പോയി ആക്രമിച്ചുകൊണ്ട് ഭക്ഷണം വാങ്ങണമെന്നല്ല ഹബീബി പറയുന്നത്. ഇസ്ലാമിക യുദ്ധങ്ങൾ പ്രതിരോധങ്ങളായിരുന്നുവല്ലോ, പ്രതിരോധങ്ങളാണ്. ഇസ്ലാം എവിടെയാ യുദ്ധം പോയി തുടങ്ങിയത്? ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നവരെ പ്രതിരോധിക്കുവാനാണല്ലോ അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബത്തും പോയത്. ആ പ്രതിരോധത്തിൽ എനിക്ക് റിസ്ക് ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പോലും റിസ്ക് അന്വേഷിച്ച് നടക്കുകയാണ്. പിന്നെ എങ്ങനെയാ പള്ളിയിൽ കയ്യും കെട്ടിയിരിക്കുക, എന്റെ റിസ്ക് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ വാക്കുണ്ട്, ലാ യഖഉദന്ന അഹദുകും അൻ തലബിർ റിസ്ഖി, ഭക്ഷണം അന്വേഷിക്കാതെ, ജോലി അന്വേഷിച്ചു പോവാതെ, ഒരു ഇന്റർവ്യൂവിന് പോവാതെ, ഒരു കമ്പനിക്ക് ഇന്റർവ്യൂ കൊടുക്കാതെ, അവർക്കൊരു CV അയച്ചു കൊടുക്കാതെ, ഒരു ബയോഡാറ്റ ഉണ്ടാക്കി കൊടുക്കാതെ, ആരോടെങ്കിലും ജോലി വേണമെന്ന് പറയാതെ, ഒന്നും ചെയ്യാതെ ഒരു മനുഷ്യൻ ഇരിക്കരുതേ. അല്ലാഹുമ്മ ർസുഖ്നി, എനിക്ക് ഭക്ഷണം താ പടച്ചവനെ എന്നിങ്ങനെ ദുആയിരുന്നിരിക്കാൻ ഒരു പണിയും ഇവൻ ചെയ്യുന്നില്ല. ഗൾഫുകാരായ ആളുകൾക്ക് ശരിക്കറിയും, നാട്ടിൽ നിന്ന് വിസിറ്റ് വന്നിട്ട് 4 ബ്ലാങ്കറ്റ് എടുത്തിട്ട് മൂടി പുതച്ചുറങ്ങുന്നവരുണ്ട്. 2 മാസത്തെ വിസിറ്റാണ്, 2 മാസം കുബൂസും കറിയൊക്കെ കൂട്ടിയിട്ട് കിടന്നുറങ്ങാൻ. ജോലിയാ, പിന്നെ വരും. ആര് വരും? ആര് കൊണ്ടുവരും? അധ്വാനിക്കാതെ മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കുന്നവര് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ല. മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ബെഡ് താഴെ പിടിച്ച് കൊണ്ടുപോയി ഇടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ആ നിലക്ക് കൂർക്കം വലിച്ചുറങ്ങാൻ. കൂടുതലുള്ള ആളുകളൊക്കെ ജോലിക്ക് പോയുമ്പോൾ ഇവന് താഴെ ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറിയിട്ട് തന്റെ CV കൊടുക്കാൻ പോലും വയ്യ. അവൻ അങ്ങനെ 2 മാസം ഉറങ്ങി തീർത്ത് അടുത്ത വിസിറ്റ് പിന്നെയും വരും. ഇങ്ങനെ പോകുന്ന ചില മഹാന്മാരുണ്ട്. ശരീഅത്ത് ഇഷ്ടപ്പെടാത്തതാണ്, അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത്. റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധ സ്വഹാബിയാണല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയുന്ന വാക്കാണിത്, നിങ്ങൾ ആരും ജോലി അന്വേഷിക്കാതെ വീട്ടിലിരിക്കല്ലേ. എന്നിട്ട് അവൻ പറയുന്നത്, അല്ലാഹുമ്മ ർസുഖ്നി, പടച്ചവനെ എനിക്ക് ഭക്ഷണം താ എന്നും പറഞ്ഞ് കയ്യും കെട്ടി നിൽക്കല്ലേ. നിങ്ങൾക്കറിയുമല്ലോ അന്നസ്സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫില്ലാ, ആകാശത്തുനിന്ന് മഴ വരുമ്പോ സ്വർണ്ണമോ വെള്ളിയോ മഴ പെയ്യാറില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ. പിന്നെ എന്ത് വിചാരിച്ചാണ് കാത്തിരിക്കുന്നത് എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അധ്വാനിക്കണം എന്ന് ഈ ഉമ്മത്തിന്റെ ചെറുപ്പക്കാരോട്, ഈ ഉമ്മത്തിന്റെ രക്ഷിതാക്കളോട്, മക്കളോട് അല്ലാഹുവിന്റെ ദീനിന്റെ ആജ്ഞയാണത്. നമ്മുടെ പ്രവർത്തകർ ഇൻഷാ അല്ലാഹ്
നമ്മുടെ മുച്ചാലിമീങ്ങൾ തന്നെയാണോ ഇറങ്ങുന്നത്? ഹാഫിൽ മോൻ ഹാഫിള? മാഷാ അല്ലാ. എങ്ങനെയാണ് അവരൊക്കെ തിരിച്ചയക്കുക? അൽഹംദുലില്ലാ. അപ്പൊ കുട്ടികളെ വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യാ? ദിർഹം എടുക്കോ? ഇന്ത്യൻ ഉറപ്പില്ല. അബൂടെ ഭക്ഷണം എടുത്തണ്ട 100-500 നമ്മളെ സ്വന്തം ആളാണ് കേട്ടോ. ഇപ്പൊക്കെ ഞാൻ കൊടുക്കും, നിങ്ങൾ ബേജാറാണ്ട. ബിസ്മില്ലാ. അപ്പോ ഇൻഷാ അല്ലാ നിങ്ങൾ കാര്യമായിട്ട് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുവോ? അത്ര പറഞ്ഞാൽ പോരെ? ഇൻഷാ അല്ലാ. നമ്മളെ ഹിഫ്ള് കുട്ടികൾക്കാണ്, അവരുടെ ആ പഠനത്തിന്റെ സൗകര്യം. മാഷാ അല്ലാ. ഇങ്ങനെ മുച്ചാലിമീങ്ങൾ ഇറങ്ങണത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഡോലങ്ങൾ വെറുതെ വിടരുത്. കണ്ണ് കാണാത്തോലും യാചകന്മാര് വരെ 5-10 ഉറുപ്പിക എടുക്കാത്ത കാലാണ്. നിങ്ങൾ ചില്ലറ പൈസ ഏതായാലും കൊടുക്കാൻ പറ്റൂല, 5-10 കൊടുത്ത് ഒഴിവാക്കും ചെയ്യണ്ട. അങ്ങനെ ബുദ്ധിമുട്ടുകൾ കൊടുക്കണ്ട. ആകെ 5-10 ഉള്ളൂ. എന്തിനങ്ങനെ അത്ര ഒരാൾ ബുദ്ധിമുട്ടായിട്ടൊന്നും എന്ത് ചെയ്യണ്ട, സ്വതക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നിഅമത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം കൊടുക്കി. അള്ളാഹു ബർക്കത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് നിന്ന് സ്വലാത്തുൽ ഇരിക്കല്ലേ? സ്റ്റേജ് മുല്ലൊരു എണീക്കണ്ടേ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുറക്കെ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ പിന്നെ കുട്ടികളെ വെച്ചിരിക്കണം. ഉമ്മാരെ കണ്ടോ മടിയിൽ വെച്ചിട്ട് ഓലൊന്നും എഴുതിക്കണ്ട. ഞാൻ പറയാൻ വിട്ടുപോയതാ. കാലിന് വേദന ഉള്ളവരുണ്ടാവും. എഴുന്നേറ്റാ കാല് വേദന വരും. അങ്ങനത്തെ ഓലൊന്നും എന്ത് ചെയ്യണ്ട, എഴുന്നേൽക്കണ്ട. ഇതൊരു ഉന്മേഷം ഉണ്ടാവാൻ വേണ്ടിയാണ്. എഴുന്നേറ്റ് കാലൊക്കെ വേദന ആവുക എന്ന് പറഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടിക്കാൻ നമ്മൾ ഉദ്ദേശമല്ല. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് പരമാവധി റാഹത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണത്. ഇടയ്ക്ക് കാലൊക്കെ ധരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ വരുമ്പോ അല്ലാഹു തആലയോട് തവക്കുൽ ചെയ്യാൻ പാടില്ല എന്നാണോ ഇതിനർത്ഥമെന്ന് ചോദിക്കുന്നവരുണ്ടാകാം. തവക്കുലാക്കണം എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്? അല്ലാഹു തരുമെന്ന് പ്രതീക്ഷിക്കണ്ടേ? എന്നാ പിന്നെ അങ്ങനെ നടന്നാലും അല്ലാഹു തരൂലേ? ഇതൊക്കെ ശരിയാണ്. അതിനൊരു മറുപടിയുണ്ട്. മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നു. അല്ലാഹുവിന്റെ ഹബീബിനോട് സംശയം ചോദിക്കാൻ വന്നതാണ്. നബിയുടെ പള്ളിയിലേക്ക് വരുമ്പോ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, എന്റെ ഒട്ടകത്തെ ഞാൻ കെട്ടിയിടണോ നബിയെ? അതല്ല, എന്റെ ഒട്ടകത്തെ മരുഭൂമിയിൽ നിർത്തിയിട്ട് അവിടെ നിർത്തിയിട്ട് അള്ളാഹു കാക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നാൽ മതിയോ? എന്ത് ചെയ്യണം? എന്റെ വാഹനം പാർക്ക് ചെയ്യണോ? ഒട്ടകത്തെ കെട്ടിയിടണോ? അതല്ല, അള്ളാഹു നോക്കിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്റെ ഒട്ടകത്തെ കെട്ടിയിടാതെ പോരയണമോ? നല്ല രസമുള്ള ചോദ്യമാണല്ലേ? ഇതാണ് അത്ഭുതം. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലെ അത്ഭുതം ഇതാണ്. എന്തൊക്കെയോ രസകരമായ ചോദ്യങ്ങൾ നമുക്ക് വേണ്ടി അവർ ചോദിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് മാഷാ അല്ലാഹ് മൾട്ടിപർപ്പസ് സ്റ്റാൻഡ് ആണല്ലോ. അപ്പോ എന്ത് വേണം നബിയെ? ഒട്ടകത്തെ ഞാൻ കെട്ടിയിടണോ? അതല്ല അവിടെ അങ്ങനെ വിട്ടു പോന്നാൽ മതിയോ? സ്വാഭാവികമായൊരു ചോദ്യം. ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞത്? സ്വഹാബിയുടെ ചോദ്യം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നബിയെ, ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോരണോ? തവക്കുലാക്കി പോരണോ? അല്ല, എന്റെ ഒട്ടകത്തെ കെട്ടിയിടണോ? കെട്ടിയിടാതിരുന്നാൽ ഈ ഒട്ടകം ചിലപ്പോൾ പോയി പോകും. പിന്നെ കാറിന്റെ പോലെ നമ്പർ പ്ലേറ്റ് ഒന്നുമില്ലല്ലോ. ഏതെങ്കിലും അതിൻ്റെതാന്ന് പറഞ്ഞു കൊണ്ടുപോയ തന്നെ. അപ്പോ ഞാനിത് കെട്ടിടണോ നബിയെ? അതല്ല, അള്ളാഹിനെ ഏൽപ്പിച്ചു പോരണോ എന്നാ ചോദ്യം. ഹബീബിന്റെ മറുപടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യഖിൽഹാ വതവക്കൽ. നിങ്ങൾ അതിനെ കെട്ടിയിട്ടിട്ട് അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് പോരെ. കെട്ടിയിടണം. ഒട്ടകത്തെ കെട്ടിയിട്, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. കാരണം കെട്ടിയ ഒട്ടകത്തെ ചിലപ്പോൾ ഒരാൾ അയച്ചുകൊണ്ട് ചെയ്യുന്ന വരും. അങ്ങനല്ലേ? വീട്ടിന് മുമ്പിൽ പാർക്ക് ചെയ്ത കാറൊക്കെ കള്ളന്മാരെടുത്തുകൊണ്ടോണില്ലേ? അത് പിന്നെ തവക്കുലാക്കിയിട്ട് വിട്. അത് അള്ളാഹുവിന്റെ ഖലാവ് പോലെ വരും. നീ എന്താ നിന്റെ വാഹനത്തെ നീ ചെയ്യേണ്ട ഡ്യൂട്ടി നീ ചെയ്യണം. ബാക്കി അലല്ലാഹ് അലൽ അബ്ദി അൽ അഖ്ദു ബിൽ അസ്ബാബ് വഅലല്ലാഹി ഫത്ഹുൽ അബ്വാബ്. അടിമകളായ നമ്മൾ ചെയ്യേണ്ട ബാധ്യത ചെയ്യണം. ഒരു കാര്യത്തിന്റെ അസ്ബാബുകൾ നമ്മൾ സ്വീകരിക്കണം. കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. കാര്യം നടത്തിത്തരുന്നത് മുസബ്ബിബുൽ അസ്ബാബായ അല്ലാഹു വഅലല്ലാഹി ഫത്ഹുൽ അബ്വാബ്. വാതിലുകൾ തുറന്നു തരുന്നത് അല്ലാഹുവാൻ. നമ്മൾ അസ്ബാബുകൾ സ്വീകരിക്കണം. അല്ലാഹു അബ്വാബുകൾ തുറന്നു തരും. അങ്ങനെ ഉലമാ പഠിപ്പിക്കുന്നത്. അപ്പോ അതൊന്നും തവക്കുലിനെതിരല്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദീനയിൽ പ്ലാഗ് രോഗമുണ്ടായി, പകർച്ചവ്യാധി ഉണ്ടായി. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉത്തരവിറക്കിയില്ലേ? എന്താ ഉത്തരവ്? മദീനക്കാരായ ആരും മദീനക്ക് പുറത്തു പോകരുത്.
പ്ലാഗ് രോഗമാണ്, പകർന്നു പിടിക്കുന്ന രോഗമാണ്, പകർച്ചവ്യാധിയുള്ളതാണ്. നമ്മൾ പറയില്ലേ കുട്ടികൾക്ക് എന്താ പറയാ ചിക്കൻ പോക്സ് ഒക്കെ ഉണ്ടായ സ്കൂളിലേക്ക് പറഞ്ഞേക്കണ്ട, അങ്ങനെ പറയാറില്ലേ? കുട്ടികളെ പറഞ്ഞേക്കാറുണ്ടോ ചിക്കൻ പോക്സോട് കൂടെ? എന്റെ കുട്ടിക്ക് ഉണ്ടായി സർവ്വ മക്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് അങ്ങനെ വിചാരിക്കുന്നമാരുണ്ടോ? അങ്ങനെയല്ല ഇതിക്കേണ്ടത്. ഉമർ തങ്ങൾ പറയാണെന്ത്, മദീനക്കാരും മദീനത്തേക്ക് പുറത്തു പോകണ്ട, മദീനയുടെ പുറത്തുള്ളവരാരും ഈ രോഗം മാറുന്നവരെ ഇതിന്റെ അകത്തേക്ക് കടക്കുകയും വേണ്ട. അപ്പോഴാണ് ചില ആളുകൾ ചോദിച്ചത്, സൽമാനുൽ ഫാരിസി തങ്ങൾ അടക്കമുള്ളവർ, യാ ഉമറു, ഉമർ എന്നവരെ അതഫിറു മിൻ ഖദരില്ലാഹ്, അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന്, ഖളാഇൽ നിന്ന് ഓടുകയാണോ ഉമർ എന്നവരെ? അല്ലാഹുവിന്റെ ഖദർ ഉണ്ടെങ്കിലല്ലേ നടക്കുകയുള്ളൂ, അല്ലാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിലല്ലേ നടക്കുകയുള്ളൂ. മദീനക്കാര് പുറത്തു പോയാൽ എന്താണ്, പുറത്തുള്ളവർ അകത്ത് വന്നാൽ എന്താണ്? അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട പ്രഗൽഭനായ ഫാറൂഖ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാഹ്, അല്ലാഹുവിന്റെ ഒരു ഖദറിൽ നിന്ന് മറ്റൊരു ഖദറിലേക്കാണ് നമ്മൾ ഓടുന്നത്, രണ്ടും അല്ലാഹുവിന്റെ ഖദറാണ് എന്ന് പഠിപ്പിച്ചു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. രണ്ടും അല്ലാഹുവിന്റെ ഖദർ തന്നെ. നമ്മൾ അസ്ബാബുകൾ ചെയ്യണം, ബാക്കി അല്ലാഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്യണം. നമ്മൾ അസ്ബാബുകൾ ചെയ്യണം, അബവാബുകൾ തുറന്നു തരുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് മനുഷ്യരെ അധ്വാനിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിക്കുകയാണ്. കാന ദാവൂദ് അലൈഹിസ്സലാം സറാദാ, ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പിന്റെ പടയങ്കി ഉണ്ടാക്കുന്നവരായിരുന്നു. വകാന ആദമു ഹറാഫൻ, ആദം നബി അലൈഹിസ്സലാം കൃഷിപ്പണി എടുത്ത ആളാണ്. 60 മുഴം നീളമുള്ള മഹാനായിരുന്നു സയ്യിദുന ആദം നബി അലൈഹിസ്സലാം. 1000 വർഷം ജീവിച്ച നബിയാണ്. ആ ആദം നബി അത്രയും കാലം ചെയ്ത അധ്വാനം, ഹറാഫൻ, ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തവരാണ് ആദം നബി അലൈഹിസ്സലാം. ഫാമർ ആദം നബി അലൈഹിസ്സലാം ഒരു സാരി ആയിരുന്നു, ഹാരിസ് ആയിരുന്നു മഹാനായ ആദം നബി അലൈഹിസ്സലാം. വകാന നൂഹുൻ നജ്ജാറൻ, നൂഹ് നബി അലൈഹിസ്സലാം ഒരു കാർപ്പന്റർ ആയിരുന്നു, ആശാരിപ്പണി എടുത്തിട്ടുണ്ട് നൂഹ് നബി അലൈഹിസ്സലാം. നമ്മളൊക്കെ മോശപ്പെട്ട, നമ്മൾ വിചാരിച്ച ആകെ നമുക്ക് പറ്റിയ പണി ഗൾഫ് പോലാണെന്നാ. ആശാരിപ്പണിയും പറ്റും, കൊല്ലന്റെ പണിയും പറ്റും, കൃഷിപ്പണിയും നമുക്ക് പറ്റും. ഇതൊക്കെ ചെയ്താൽ കൂലി കിട്ടും, ചെയ്തതാണ്. വകാന ഇദ്രീസു ഖയ്യാത്തൻ, ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം ടൈലറായിരുന്നു, ബഹുമാനപ്പെട്ടവർ വസ്ത്രം തുന്നുന്നവരായിരുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാം. വകാന മൂസ റാഇയൻ, മൂസാ നബി അലൈഹിസ്സലാം ആടുമാടുകളെ മേച്ചു നടക്കുന്ന ഒരു ഷെപ്പേർഡായിരുന്നു മഹാനായ മൂസ നബി അലൈഹിസ്സലാം. അമ്പിയാക്കളിൽ പ്രഗൽഭരായ നബി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന വിട്ട് മക്ക വിട്ട് പുറത്തു പോയത് കച്ചവടത്തിന് വേണ്ടിയുള്ള ഒരു യാത്രക്ക്. നബി തങ്ങളുടെ വിവാഹത്തിന്റെ മുമ്പ്, അതിന്റെയും വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ കച്ചവടം ഇഷ്ടപ്പെട്ടു. എന്നാൽ നുബുവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വന്നതിൽ പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ ശ്രദ്ധയും ദഅവത്തിന് കേന്ദ്രീകരിക്കേണ്ടി വന്നു. കാരണം അമ്പിയാക്കന്മാർ അവരവരുടെ നാട്ടിലേക്ക് നബിമാരായി വന്നവരാണെങ്കിൽ, ഞാൻ ജനങ്ങൾക്ക് മുഴുവനിലേക്കും മനുഷ്യ സമൂഹത്തിലേക്ക്, ഈ ലോകത്തിലേക്ക് ഒന്നാകെ വന്ന നബിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഉത്തരവാദിത്തം വലുതായിരുന്നു. ഹബീബിന് അല്ലാഹു തആല ശത്രുക്കൾ കൊണ്ടുവരുന്ന യുദ്ധത്തിന് മറുപടി കൊടുക്കാൻ പോകുന്നതിലൂടെ എന്റെ കുന്തമുനയുടെ നിഴലിന്റെ താഴെ എനിക്ക് അല്ലാഹു റിസ്ഖ് തന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമുന ശാഫിഈ തങ്ങൾ നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലയോ? ശാഫിഈ ഇമാം പറയുമായിരുന്നു, ലാ തുശാവിർ മൻ ലൈസ ഫീ ബൈതിഹി ദഖീഖ് ഫഇന്നഹു മുവല്ലഹുൽ അഖ്ലി. ഒരു രസകരമായ വാക്കാണ്. വീട്ടിൽ ഗോതമ്പ് പൊടി വാങ്ങിച്ചു വെക്കാത്തവനോട് നിങ്ങൾ പോയി മശ്വറ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാതെ നാട്ടുകാര് തരണം, അയൽപ്പക്കക്കാര് തരണം എന്ന് വിചാരിച്ച് ഒരു സാധനവും വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോവാതെ കയ്യും കെട്ടി നിൽക്കുന്ന മനുഷ്യന്മാർ, അവരോട് പോയിട്ടൊന്നും നിങ്ങൾ മശ്വറ ചെയ്യാൻ നിൽക്കണ്ട. ബുദ്ധിനെ എടുത്തുപോയ ആളാണ് അവൻ, ബുദ്ധിയില്ലാത്ത ആളാണ്. അവനോടൊന്നും പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിയുള്ള കാര്യത്തിന് മറുപടിയൊന്നും അവരുടെ തലയിൽ ഉണ്ടാവില്ല എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഒരു ജോലിയും ചെയ്യാതെ നടക്കുന്ന ചെറുപ്പക്കാരാ നാട്ടുകാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക, അല്ലെ? പോലീസുകാർക്ക് പണി ഉണ്ടാക്കി കൊടുക്കൽ അവരാണ്, ഒരു ജോലിയും ചെയ്യാത്തവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, ആലോചിച്ച് നോക്കി. മോഷണത്തിലും കൊലപാതകത്തിലും ചാടിച്ചു കൊണ്ടുപോകണലും ഓടിച്ചു കൊണ്ടുപോകണം നടത്തിക്കൊണ്ടുപോകണം ഇതൊക്കെ ആരാ ചെയ്യണത്? ഒരു പണിയില്ലാത്തവരാണ്. ജോലിക്ക് പോണ ആ ജോലിന്റെ തിരക്കിലാണ്, അധ്വാനിക്കുന്നവൻ അധ്വാനത്തിന്റെ തിരക്കിലാണ്. സീരിയസ് ആയിട്ട് ജോലി ചെയ്യുന്നവർ അല്ലാഹുവിന് ഇഷ്ടമാണ്.
മഹാനായ ഷഖീഖുൽ ബൽഖിയുടെ രസകരമായ ഒരു സംഭവമുണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഷഖീഖുൽ ബൽഖിയും കൂട്ടുകാരാണ്. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. തസൗഫിന്റെ ഇമാമുമാരിൽ പ്രഗത്ഭരാണ്. ഹാത്തിമുൽ അസം തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവാണല്ലോ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു. മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങളുടെ റഷ്യയുടെ ഭാഗങ്ങളിൽ ജനിച്ച് ഇറാനിലൂടെ വന്ന് ഷാമിൽ താമസമാക്കിയ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു ഷഖീഖുൽ ബൽഖിയെ യാത്ര അയക്കുന്നു. നമ്മൾ ഗൾഫിലേക്കൊക്കെ യാത്ര അയക്കാറില്ലേ പണ്ടൊക്കെ? അക്ബർ ട്രാവൽസിന്റെ ബസ്സിന് ബോംബെക്ക് പോകുന്ന കഥ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. പണ്ടൊക്കെ ബോംബെ നിന്നുള്ള ഫ്ലൈറ്റ്, കോഴിക്കോടൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കണ്ണൂരൊക്കെ ഏതെങ്കിലും ട്രാവൽസിന്റെ മുമ്പില് വീട്ടുകാരും കുട്ടികളും മുഴുവൻ ബസ് കൊണ്ട് തവാഫ് ചെയ്തിട്ട് നിൽക്കുന്ന, വളഞ്ഞു നിൽക്കുന്ന ഒരു യാത്ര ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. പഴയ ആൾക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും. വല്ലാത്തൊരു യാത്ര ഇപ്പായിരുന്നു അതൊക്കെ അല്ലേ? ബസ് ഇങ്ങനെ പോകുമ്പോൾ ഗ്ലാസിന്റെ ഉള്ളിലൂടെ കയ്യൊക്കെ എടുത്തിട്ട് കയ്യൊക്കെ പിടിച്ചിട്ട് യാ റബ്ബേ എന്താണ് ഇന്നിപ്പോ അങ്ങനെ കാണുന്നുണ്ടോ? എയർപോർട്ടിൽ എത്ര ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ട്? ആ കണക്കിന് അവിടെ അവരെ സ്വീകരിക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ ആ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന്റെ 1/3 പോലും അവിടെ വരുന്നില്ല എന്നാണ്. അവർക്ക് മനസ്സിലായി ഇത് വെറുതെ ആ പോകുന്ന നേരത്തെ കുറച്ച് സെന്റിമെന്റാണ്. പോയിട്ട് പിന്നെ നമ്മളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ എന്തിനാ ഞാൻ വെറുതെ ടൈം കളയുന്നത്? അങ്ങനെ ആരും ഇപ്പൊ യാത്ര അയക്കാൻ പോണില്ല. പിന്നെ അവനാന്റെ പെണ്ണുങ്ങളും കുട്ടികളും വരികയാണ്. ഓളെ മാപ്പിളയാണ്, ഓളെ ഭർത്താവാ വരുന്നത്, അല്ലെങ്കിൽ ഉമ്മ വരികയാണ്, വാപ്പ വരികയാണ്. നാട്ടുകാരും അയൽപക്കക്കാരും വന്ന് കരഞ്ഞ് യാത്ര അയച്ചിരുന്നൊരു യാത്രയപ്പൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. അതൊക്കെ ഇപ്പൊ ഇല്ലാതായിട്ടുണ്ട്. നമ്മുടെ സെൽഫിഷ് ആയതുകൊണ്ടായിരിക്കും. മനുഷ്യന്മാർ അവനാന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരു കാലായില്ലേ. അപ്പൊ പിന്നെ അവന്റെ കാര്യം ഒന്ന് നോക്കിക്കോട്ടെ എന്ന് നാട്ടുകാരൻ ചിന്തിക്കാൻ തുടങ്ങി. ആണ് കാരണം എന്നാ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് വേറെ കാരണം ആരെങ്കിലും പറഞ്ഞേരേ അല്ലേ? ഷഖീഖുൽ ബൽഖി തങ്ങൾ യാത്ര പോവുകയാണ് കച്ചവടത്തിന്. അപ്പോ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു നല്ലൊരു യാത്രയപ്പ് കൊടുത്തു. ദീർഘമായ യാത്രയാണ്. പോകുന്നത് ജോലി അന്വേഷിച്ചു പോവാൻ. തസൗഫിന്റെ ഇമാമാണ്, പ്രഗത്ഭനായ പണ്ഡിതനാണ്. ജോലി ചെയ്യണമെന്നാണ്, അധ്വാനിക്കാൻ വേണ്ടി പോവാൻ. ലാ തകുൻ കല്ലൻ അലൽ ഗൈർ. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ ജോലി ചെയ്യുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്, മഹല്ലുകളിൽ ജോലി ചെയ്യുന്നവരാണ്. അള്ളാഹുവിന് ഇത് ഇഷ്ടമാണ്. ഒരു ജോലിയും ചെയ്യാതിരിക്കുക, ഒരു പണിയും ചെയ്യാതിരിക്കുക, ഇത് അള്ളാഹുവിന് ഇഷ്ടമല്ല. ഇത് അള്ളാഹുവിന് ഇഷ്ടമല്ല. നാട്ടുകാർ വരട്ടെ, വല്ല സ്വതക്കയോ വല്ല സകാത്തോ വല്ല ഹദിയയോ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുക, അത് പറ്റില്ലാതാണ്. ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന് ദീർഘമായ യാത്രയപ്പ് കൊടുത്തു മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ജോലി അന്വേഷിച്ചുള്ള യാത്രയാണ്. ഒരുപാട് കാലം കഴിഞ്ഞേ തിരിച്ചു വരൂ. അതുകൊണ്ടൊരു യാത്രയപ്പ് ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ. നാടിന്ന് വിട്ടുപോയാൽ പിന്നെ കൺമുമ്പിൽ കണ്ടാലല്ലാതെ ആളെ കാണാൻ കഴിയാത്ത, ശബ്ദം കേൾക്കാനും കഴിയാത്ത ഒരു ടെക്നോളജിയോ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലം. യാത്ര അയച്ചു ഷഖീഖ്, നന്നായി വരൂ, നിങ്ങൾക്ക് അല്ലാഹു നല്ല ജോലി തരട്ടെ, കച്ചവടത്തിൽ ബറക്കത്ത് തരട്ടെ. കച്ചവടം ഉദ്ദേശിച്ചുള്ള യാത്രയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് വിചാരിച്ച് യാത്ര അയച്ച മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾക്ക് പിഴച്ചു. ഷഖീഖുൽ ബൽഖിയുണ്ട് തൊട്ടടുത്ത ആഴ്ച തന്നെ ഷാമിലെ പള്ളിയിൽ. ഇബ്രാഹിം അദ്ഹം തങ്ങൾ പള്ളിയിൽ കണ്ടപ്പോൾ ചോദിച്ചു, യാ ഷഖീഖ്, മിനിമം 1 വർഷമെങ്കിലും കഴിഞ്ഞിട്ടേ നിങ്ങൾ വരൂ എന്ന് വിചാരിച്ച ഞാൻ അന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു യാത്രയപ്പൊക്കെ നൽകിയത്. നിങ്ങൾ എന്റെ ഒരാഴ്ചക്കകം തിരിച്ചെത്തിയത്. ജോലി കിട്ടിയോ? കച്ചവടം ശരിയായോ? എന്റെ ഈ വരവ് പെട്ടെന്ന് തിരിച്ചു വന്നല്ലോ. ഞാനൊരു അത്ഭുതം കണ്ടു എന്റെ യാത്രയിൽ, വല്ലാത്തൊരു അത്ഭുതം. അതേ ഞാൻ തിരിച്ചു പോകുന്നത്. എന്തത്ഭുതം? ഞാൻ എന്റെ യാത്രയിൽ വിശ്രമിക്കാൻ ഒരു വിശ്രമ കൂടാരത്തിലിരിക്കുമ്പോ അവിടെ ഒരു പക്ഷിക്കൂട് കണ്ടു. അതിലൊരു പക്ഷി ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ 2 കണ്ണുകളുമില്ലാത്ത പക്ഷിയാണത്. അതിന്റെ കണ്ണുകളില്ല. ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു, പടച്ചവനെ, ഈ പക്ഷിക്ക് എവിടെ നിന്നാണ് റബ്ബേ ഭക്ഷണം കിട്ടുക? ഈ കണ്ണ് കാണാത്ത പക്ഷിക്ക് എവിടെ നിന്ന് റബ്ബേ ഭക്ഷണം കിട്ടുമെന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറെ ഒരു പക്ഷി, കണ്ണ് കാണുന്ന ഒരു പക്ഷി, തന്റെ കൊക്കിൽ ഭക്ഷണം കൊണ്ടുവന്ന് കണ്ണ് കാണാത്ത ഈ പക്ഷിയുടെ കൊക്കിലേക്ക് വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, വല്ലാത്തൊരു അത്ഭുതം തന്നെ. കണ്ണ് കാണാത്തൊരു പക്ഷിക്ക് 2 കണ്ണും കാണുന്ന ഒരു പക്ഷിയെ കൊണ്ട് നീ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ റബ്ബേ. ഈ ഷഖീഖായ ഞാൻ ഇപ്പൊ എന്തിനാ പോണത്? ഇങ്ങനെ കണ്ണ് കാണാത്ത പക്ഷിക്ക് നിനക്ക് ഭക്ഷണം നൽകാൻ കഴിയുമെങ്കിൽ ഈ ഷഖീഖിന് ഭക്ഷണം നൽകാൻ നിനക്ക് കഴിയുമല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ യാത്ര പാതി വഴിയിൽ നിർത്തിയിട്ട് തിരിച്ചു പോന്നതാണ്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ, അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, അജബൻ ലക യാ ഷഖീഖ്. ഷഖീഖുൽ ബൽഖി, വല്ലാത്ത അത്ഭുതം തന്നെ.
കണ്ണു കാണാത്തൊരു പക്ഷിക്ക് കണ്ണു കാണുന്ന പക്ഷിയെ കൊണ്ട് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത് കണ്ടപ്പോ ഈ കണ്ണു കാണാത്ത പക്ഷിക്ക് നൽകുന്നവൻ ഒരു ജോലിയുമില്ലാത്ത എനിക്ക് തരാൻ കഴിവുള്ളവനാണല്ലോ എന്നാണോ ഷഖീഖേ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നത്? നേരെ മറിച്ച് ആ കണ്ണ് കാണുന്ന പക്ഷി കണ്ണ് കാണാത്തവന് കൊണ്ടുകൊടുക്കുന്ന പോലെ ഞാൻ പോയിട്ട് ജോലി ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കണ്ണ് കാണുന്ന പക്ഷിയെ പോലെ ആവാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? നിങ്ങൾ കണ്ണ് കാണാത്ത പക്ഷിയെ പോലെയാണോ ആയത്? ആ കണ്ണ് കാണുന്ന പക്ഷിയെ പോലെ ആയിക്കൂടായിരുന്നോ എന്ന് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ചീത്ത പറഞ്ഞു. ഇമാം ഷഖീഖുൽ ബൽഖി തങ്ങൾ എഴുന്നേറ്റ് വഖബ്ബല യദഹു അവിടുത്തെ പരിശുദ്ധമായ കൈ മുത്തിയിട്ട് പറഞ്ഞു, അൻത ഉസ്താദുനാ യാ അബാ ഇസ്ഹാഖ്, ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ നിങ്ങളാണ് ഞങ്ങളുടെ യഥാർത്ഥ ഗുരു, നിങ്ങളാണല്ലോ ഞങ്ങളുടെ ഗുരു. ഞാനാ ചിന്തിച്ചത് ശരിയായില്ലല്ലോ. കണ്ണ് കാണാത്ത എത്രയോ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കണ്ണ് കാണുന്ന ഒരാളാവാനായിരുന്നല്ലോ ഞാൻ പരിശ്രമിക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണ്. ജോലി ചെയ്യാതിരിക്കുമ്പോ എനിക്ക് ഭക്ഷണം വരുന്നുണ്ടല്ലോ, എനിക്ക് ഭക്ഷണം അല്ലാഹു തരാൻ കഴിയുമല്ലോ. എത്രയോ നാട്ടുകാര് ഗൾഫുകാരുണ്ടല്ലോ നാട്ടിൽ, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള സംഘടനകളുണ്ടല്ലോ, കഫാലത്ത് ചെയ്യുന്ന ഏറ്റെടുക്കുന്ന നമ്മുടെ എത്രയോ സംവിധാനങ്ങളുണ്ടല്ലോ. വീടില്ല, ബൈത്തുർ റഹ്മ കിട്ടിയേക്കും. ഇങ്ങനെയൊന്നും കാത്തിരിക്കല്ലേ. വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? അങ്ങനെയാ ചിന്തിക്കേണ്ടത്. കിട്ടാൻ വേണ്ടി കാത്തിരിക്കരുത്. ആങ്ങളമാരും പെങ്ങളമാരൊക്കെ മനസ്സിലാക്കണം. പെങ്ങൾക്ക് കുട്ടീന്റെ കെട്ടിക്കാനായിട്ടുണ്ട്, ആകെ കാത്തിക്കുന്നത് ആങ്ങളെയാണ്. സ്വന്തം ഭർത്താവിനോട് പറഞ്ഞാൽ പോലെ ആങ്ങളെ തരണം, കെട്ടിച്ചേക്കണുള്ള കുട്ടീനെ. സുബ്ഹാനല്ലാഹ്. ഇല്ലെങ്കിൽ ആകെ കച്ചറയും പ്രശ്നവും. സുബ്ഹാനല്ലാഹ്. കുടുംബം തെറ്റി. എന്തേ ഇപ്പം ഉണ്ടായത്? വല്ലാണ്ട് പ്രതീക്ഷ വെച്ചു. അപ്പോൾ വിചാരിച്ചു എന്റെ കുട്ടിക്ക് ഒരു 25 പവനെങ്കിലും ഇപ്പോഴത്തെ കാലത്തൊന്നും തരാതിരിക്കൂല. ഓനെ കൊണ്ട് കഴിഞ്ഞത് 5 പവൻ കൊടുക്കാനാണ് കഴിഞ്ഞത്. ആ 5 പവൻ തന്നതിന് അൽഹംദുലില്ലാ എന്നല്ല പറയാം. 25 ഞാൻ പ്രതീക്ഷിച്ചല്ലോ, ഉടച്ചോനേക്ക് 5 കിട്ടിയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇതാണ് കാലം. ഈ നിരാശ വരാൻ കാരണം എന്തേ ഈ നിരാശ വരാൻ കാരണം? ലാ തകുൻ കല്ലൻ അലൽ ഗൈർ, മറ്റുള്ളവർക്ക് നിങ്ങൾ ഭാരമാവല്ലേ, മറ്റുള്ളവരുടെ തോളിൽ ചാരി നിൽക്കല്ലേ, ഒറ്റയ്ക്ക് നിൽക്കേ, ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കേ. അതാണ് നിങ്ങൾക്ക് ഇസ്സത്ത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പരിശുദ്ധമായ ഹദീസ് നമ്മൾ മറന്നു പോവുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് പഠിച്ചത് അങ്ങനെയാണ്, അവരെ താബിഈങ്ങളെ പഠിപ്പിച്ചതും അങ്ങനെയാണ്. മഹാനായ ഇബ്നുൽ ജഹം അവര് തന്റെ ഒരു അയൽവാസിയുടെ കഥ പറയുന്നുണ്ട്. തന്റെ അയൽവാസി ഒരു കടലാസ് കൊണ്ടുവന്നു തന്നു. അവർ ചോദിച്ചു, അല്ലാമ ഇബ്നു ജഹ്മേ, നിങ്ങൾക്കറിയുമോ അതഅരിഫൂന ഹാദൽ ഖത്ത്, ഇത് ആരുടെ കയ്യൊപ്പാണ്, കൈപ്പടമാണ്, ആരാണിത് എഴുതിയത് എന്നറിയുമോ? അപ്പൊ പറഞ്ഞു, ഹാദാ ഖത്ത് അഹ്മദ് ഇബ്നു ഹംബൽ, ഇത് അഹ്മദ് ഇബ്നു ഹംബലിന്റെ കത്താണ്. എങ്ങനെയാ നിങ്ങൾക്ക് അവരെ കത്തെഴുതിയത്? അവർ പറഞ്ഞു, സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുമ്പോ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ കൂടെയുണ്ട്, ഒരുപാട് ദിവസമായി കാണുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ചു ചെന്നു. ഇപ്പൊ ഡോറടച്ച് വാതിലടച്ച് ഇരിക്കുകയാണ് വീട്ടില്. ഞങ്ങൾ ചോദിച്ചു, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ എന്തു പറ്റി? ഇവര് പറഞ്ഞു, സുരിഖത്ത് സിയാബി, എന്റെ വസ്ത്രം ആരോ കട്ടുകൊണ്ടുപോയി, വസ്ത്രം മോഷ്ടിച്ചെടുത്തു. അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റണില്ല. അപ്പോ ഈ അയൽവാസിയായ ആള് പറയാണ്, എന്റെ അടുത്ത് കുറച്ച് ദീനാറുണ്ട്, വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കടം തരാം. ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ ഒരു കൂലി എഴുതി തരട്ടെ? ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു, ഈ ചെലവഴിക്കുന്ന പൈസ നിങ്ങൾക്ക് എന്നാണോ കിട്ടുന്നത് അന്ന് നിങ്ങൾ തിരിച്ചു തന്നാൽ മതി. എനിക്ക് വെറുതെ വേണ്ട. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയാ, എനിക്കത് വെറുതെ വേണ്ട. അങ്ങനെ അത് എഴുതി കൊടുത്തു. ആ എഴുതി കൊടുത്ത ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇതാ ഈ ദീനാറിന് പകരം എനിക്ക് നിങ്ങൾ വസ്ത്രം കൊണ്ടുവന്ന് തരണം. അതിൽ പകുതി എന്റെ അരമുണ്ടായി ഉടുക്കാനും പകുതി തോളിൽ വസ്ത്രമായി ധരിക്കാനും ഇസാറായി, അതുപോലെ തന്നെ മറ്റൊന്ന് റിദാഉമായി ധരിക്കാൻ കൊണ്ടുവരൂ എന്ന് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന് പകരം ജോലി ചെയ്യാം. ഉജ്റ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കാം. ആ അധ്വാനത്തിന് പകരമായി എനിക്ക് നിങ്ങൾ ഒരു ഡ്രസ്സ് മേടിച്ചു തന്നാൽ മതി എന്ന്. സുബ്ഹാനല്ലാഹ്. ആരാ ഇതൊക്കെ? ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു. അല്ലാമ ഇബ്നു ഖുസൈമ ബഹുമാനപ്പെട്ടവരെ സംഭവം പറയുന്നുണ്ട്. മഹാനായ അബൂ അബ്ദുല്ലാഹി അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ബഹുമാനപ്പെട്ടവർക്ക്
ദാരിദ്ര്യം വന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെ നിരസിക്കുന്ന ആളുകൾ ഇപ്പോഴത്തെ കാലത്തുമുണ്ട്. അങ്ങനത്തെ എത്രയോ നല്ല ഉസ്താദുമാർ, നല്ല പണ്ഡിതന്മാർ, അങ്ങനത്തെവരുണ്ട്. വിഷമത്തിലാണ്, നീ തരട്ടെ അല്ലെങ്കിൽ എന്ത് അയച്ചു തരട്ടെ, ഒന്നും വേണ്ട, അൽഹംദുലില്ലാ വളരെ റാഹത്തിലാണ്, എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്ക് അബുദാബിയിലൊക്കെ പരിചയമുള്ള അങ്ങോട്ട് ഒരു പല്ലാർ ഉസ്താദുണ്ട്. ഇപ്പൊ അദ്ദേഹം ഇപ്പൊ നാട്ടിലാണ്, മലപ്പുറത്ത് തിരൂര് ഭാഗത്തുള്ളവരാണ്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉസ്താദിനെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു ദേഷ്യപ്പെടും. വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ അബ്ദുൽ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ വേശാലയിലെ നമ്മുടെ കൂടെ ഉള്ള, അവർക്കറിയാം എത്രയോ ആളുകളുണ്ട് അങ്ങനെ. എനിക്ക് വേണ്ട. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശീലമാണത്. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ അധ്വാനിച്ചത് എനിക്ക് മതി, മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് ചിന്തിച്ച അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് കുറച്ച് പൈസ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ പിടിച്ചോളൂ, എനിക്ക് തിരിച്ചു തന്നാൽ മതി, ഇത് നിങ്ങൾ പിടിച്ചോളൂ, ആവശ്യം നിർവഹിച്ചോളൂ. അങ്ങനെ കടമായി വാങ്ങിച്ചിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആവശ്യമൊക്കെ തീർന്നപ്പോ ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോ ആ ആള് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു തരാനല്ലല്ലോ ഞാനിത് നിങ്ങൾക്ക് തന്നത്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തിരിച്ചെടുത്തേ പറ്റൂ. അല്ലാഹുവിന്റെ സ്തുതി, പിന്നെ നിങ്ങൾക്കും നന്ദി, നിങ്ങൾ എന്നെ സഹായിച്ചുവല്ലോ, ഈ പൈസ നിങ്ങൾ തിരിച്ചെടുത്തേക്കണം. അങ്ങനെ ഉണ്ടാവും. കടം കൊടുത്തു കല്യാണ സമയത്ത് ഇയാൾ വീട്ടിൽ തരാണ്, നമ്മൾ പറയും വേണ്ട, തിരിച്ചു പറയാണ്, അല്ല നിങ്ങൾ ഇത് എടുത്തേക്കണം, ഞാൻ വളരെ ബുദ്ധിമുട്ടിയ സമയത്ത് നിങ്ങൾ എന്നെ സഹായിച്ചില്ലേ, അൽഹംദുലില്ലാ, അത് വലിയ ഉപകാരമായി, ഇത് നിങ്ങൾ തിരിച്ചു വാങ്ങണം എന്ന് പറഞ്ഞ് തന്ന ആളുടെ കയ്യിൽ ആ കടം തിരിച്ചു പിടിപ്പിച്ചു കൊടുക്കുന്നവർ. കടം വാങ്ങിയിട്ട് മുങ്ങി നടക്കുന്നവരല്ല, കടം വാങ്ങിയിട്ട് മുങ്ങി നടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് നാട്ടിൽ. പിന്നെ എങ്ങനെ മനുഷ്യന്മാർ കടം കൊടുക്കുക? അതുകൊണ്ടാണ് നമുക്ക് ബാങ്കുകളെ പലിശയെ ആശ്രയിക്കേണ്ടി വരുന്നത്. വിശ്വാസവഞ്ചന ചെയ്തപ്പോ അല്ലാഹു തആല ഹറാമിന്റെ വഴികൾ തുറന്നിരിക്കുകയാണ്. വിശ്വാസവഞ്ചന ചെയ്തു, കടം തന്നവരെ അവർ തിരിച്ചു ചോദിക്കുമ്പോൾ പേടിപ്പിക്കുക, അങ്ങോട്ട് അയാളുടെ ഹക്കാണ് ചോദിക്കുന്നത്, എന്റെ ഹക്ക് ഭീഷണിപ്പെടുത്തുക, കൊന്നുകളയുന്നൊക്കെ പറയാ. എന്തിന്? പച്ചയായ കടം വാങ്ങിയിട്ട് തിരിച്ചു ചോദിക്കാൻ പറ്റൂല. അങ്ങനത്തെ കാലം. അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവേ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 2 വർഷം അബ്ദുർ റസാഖ് തങ്ങളുടെ അടുത്ത് ഇൽമു പഠിക്കാൻ പോയ സമയം കയ്യിലൊന്നുമില്ല. എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോ അന ബിഖൈർ, എനിക്ക് എല്ലാം സുഭിക്ഷമാണ്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒന്നും സ്വീകരിക്കാതിരുന്നിട്ടുണ്ട് മഹാനായ മദ്ഹബിന്റെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ എത്ര പേർ. മഹാനായ അയ്യൂബ് അസ്സഖ്തിയാനി റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇൽസം സൂഖക, നിങ്ങൾ നിങ്ങളുടെ അങ്ങാടിയിൽ നിന്നോളൂ, ജോലി ചെയ്തോളൂ, കച്ചവടം ചെയ്തോളൂ. ഫഇന്നക ലാ തസാലു കരീമൻ അലാ ഇഖ്വാനിക മാ ലം തഹ്തജ് ഇലൈഹിം. നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരോട് നിങ്ങളുടെ ഒരു ആവശ്യം പറയാതിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് മാന്യതയും യശസ്സും അന്തസ്സും ഉണ്ടായിരിക്കും. അതുകൊണ്ട് കച്ചവടം ചെയ്തോളൂ. ബാപ്പമാരാണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു നാണം തോന്നൂലേ മക്കളോട് ചോദിക്കുമ്പോ, മോനെ ബാപ്പാക്ക് ഇന്ന ആവശ്യമുണ്ട്, വല്ലതും താ എന്ന് ചോദിക്കുമ്പോ ഇസ്സത്തുള്ളൊരു ബാപ്പാക്ക് വിഷമം തോന്നും. മക്കൾ കണ്ടറിഞ്ഞുകൊണ്ട് കൊടുക്കണമെന്നാണ്, ബാപ്പയോട് കണക്ക് പറയാൻ പാടില്ലെന്നാണ്, ബാപ്പമാരോട് കണക്ക് പറയാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പ്രായപൂർത്തിയായ ജോലിയുള്ള കച്ചവടക്കുള്ള നമ്മുടെ മക്കളും ഒന്ന് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു പരാതി വന്നു, നബി തങ്ങളുടെ കോടതിയിലേക്ക് വന്നു. ഒരു വാപ്പയും മോനും 2 പ്രശ്നം വന്നിട്ടുണ്ട്. ഒരു പ്രശ്നം വന്നത് മോൻ പറഞ്ഞു, നബിയേ എന്റെ വാപ്പ എന്റെ സമ്മതം ഇല്ലാതെ എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട് നബിയേ. ഒക്കെ നബിയോട് ചെന്നാ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലൊക്കെ മിഹ്റാബില്ലേ, നമ്മുടെ മഹല്ലിലെ ഖാദിമാരും ഖത്തീബുമാരും ഉസ്താദുമാരൊക്കെ ഇല്ലേ പള്ളിയില്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഈ കുടുംബ കോടതിയിലും കോടതി വരാന്തകളിലും പോകുന്നതിന്റെ മുമ്പേ നമ്മുടെ പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് പരിഹരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അനങ്ങിയ കേസ് കൊടുക്കലാണ് ഇപ്പൊ പരിപാടി. ജ്യേഷ്ഠ അനുജനെതിരെ കേസ്, വാപ്പ മക്കൾക്കെതിരെ, മക്കൾ വാപ്പാക്കെതിരെ, ഉമ്മാക്കെതിരെ മോൾക്കെതിരെ മക്കള്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വിഷയം വന്നു, നബിയെ ഇങ്ങനെയുണ്ടൊരു പ്രശ്നം, വാപ്പ എന്റെ സമ്മതമില്ലാതെ എന്റെ പൈസ എടുക്കുന്നുണ്ട്, ഒരുപാട് എടുക്കുന്നുണ്ട്. പരാതിയാ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മോനോട് പറഞ്ഞത് നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ജോലി ചെയ്യുന്നവരെ, ഗൾഫിൽ പോയവരോ പോകാത്തവരോ നാട്ടിലുള്ളവരോ അല്ലാത്തവരോ ഒക്കെ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ഹബീബ് വാപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പാ ഖുൽ ബിൽ മഅറൂഫ്,
നിങ്ങൾക്ക് ആവശ്യമുള്ളതേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. മകൻ ബാപ്പാന്റെ കയ്യിൽ ATM കൊടുത്തു, ATM കാർഡ് കൊടുത്തു, ഉദാഹരണം പറയാം, ഇന്നിപ്പോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അതിന്റെ യൂസർ നെയിം അല്ല, പാസ്വേഡ് ഉണ്ടാവും, പാസ്വേഡും കൊടുത്തു, പിൻ നമ്പറും കൊടുത്തു. വാപ്പ ഓരോ കണ്ണൂര് പോക്കും അടിച്ചു മാറ്റി കൊണ്ടുവരിക 10,000 വെച്ചിട്ട്. ഈ മോന്റെ ചങ്ക് പടക്കാണ്, കാരണം ഓന് മെസ്സേജ് വരുന്നുണ്ട്, വാപ്പ വലിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വാപ്പ ഈ വലിച്ച എന്തായി പോകും റബ്ബേ. ഒരു വീട് വെക്കാൻ ആഗ്രഹമുണ്ട്, മോളെ കെട്ടിക്കാൻ ആഗ്രഹമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വരികയാണ്, ഒന്ന് സ്വരൂപിച്ച് വെക്കാൻ വാപ്പ വിടുന്നില്ല. വാപ്പയോട് പറഞ്ഞാൽ വാപ്പ തെറ്റും. വാപ്പ നിങ്ങൾ എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ പിണക്കായി. ഇക്കാലം അത്രയും എടുത്തതും പറ്റിയതും പിന്നെ വാപ്പാക്ക് ഓർമ്മയുണ്ടാവില്ല. ഓനത് എന്നോട് പറഞ്ഞല്ലോ, പിന്നെ നാട്ടിൽ മുഴുവൻ പാടി നടക്കും. ഇങ്ങനത്തെ വാപ്പാരുണ്ടാവും. സുബ്ഹാനല്ലാഹ്, മുണ്ടേരിയിലൊന്നും അങ്ങനത്തെ വാപ്പാരൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ, നിങ്ങളുടെ മകന്റെ സ്വത്തിൽ നിങ്ങൾക്ക് എടുക്കാം ബിൽ മഅറൂഫ്. എങ്ങനെ? ആവശ്യമായത് അത്ര, അത് മാത്രമേ പറ്റുള്ളൂ. ആവശ്യമുള്ളത് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും, പിന്നെ MRIക്ക് പോകേണ്ട കാര്യമില്ല. മകന്റെ സ്വത്ത് വാങ്ങിച്ചിട്ടേ, മകന്റെ പൈസ എടുത്തിട്ടേ ദൂർത്തടിക്കണ്ട, ആവശ്യമുള്ളത് എടുത്തോളൂ. കണ്ണൂരന്മാരുണ്ടോ? എന്താ അപ്ഡേറ്റുകളല്ല. പക്ഷെ അതൊക്കെ ഇടക്കിടക്ക് പോയി കഴിക്കണ്ടെന്നാ തോന്നുന്നത്. അപ്പോ ആവശ്യത്തിനെടുക്കാം. അതിന് മക്കളെ സമ്മതം വേണ്ടെന്നാ, അതിന് മക്കളുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല. വാപ്പയോട് പറഞ്ഞു നബിതങ്ങള്, മാന്യമായിട്ടേ എടുക്കാവൂ. മോനെ വിളിച്ചിട്ട് പറഞ്ഞു നബിതങ്ങൾ, മോനെ മോനെ നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളതാണ്. വാപ്പയോട് കണക്ക് പറയാൻ പറ്റില്ല. ഇത് എന്റേതാണ്, വാപ്പാക്ക് എടുക്കാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല മോനെ. നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളതാണ്, കണക്ക് പറയാൻ പറ്റില്ല. വാപ്പയോട് പറഞ്ഞു, വാപ്പ നിങ്ങളുടെ മോനാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായതിന്റെ ആ തോതിലേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. മോന്റെ സ്വത്ത് മുഴുവനും നിങ്ങൾ അപഹരിച്ചെടുക്കല്ലേ എന്ന് വാപ്പയോട്. മോനോട് എന്ത് പറയാ? വാപ്പല്ലേ വാപ്പാക്ക്, നീയും നിന്റെ സമ്പത്തും വാപ്പാക്കുള്ളതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മനോഹരമായ രീതിശാസ്ത്രം. വാപ്പയോടൊരു ഉപദേശം, മോനോട് വേറെ. വിഷയം തീർന്നല്ലോ, വിഷയം തീർന്നു. മക്കള് വാപ്പയോട് കണക്ക് പറയും വേണ്ട, വാപ്പ കണക്കില്ലാതെ വലിക്കും വേണ്ട മകന്റെ ATM എന്ന്. സുബ്ഹാനല്ലാഹ്, വളരെ മനോഹരമാണ് ശരീഅത്ത്, വളരെ മനോഹരമാണ്. ഇതിനൊക്കെ പരിഹാരമുണ്ട്. ഇസ്ലാം ചർച്ച ചെയ്യാതെ പോയ വിഷയങ്ങൾ എന്താണ്? നബിയുടെ മുമ്പിലേക്ക് വരുന്നു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂലിൻ ഉമ്മു ഹബീബ ബീവിയല്ല, ഹിന്ദ് റളിയല്ലാഹു അൻഹാ. ഉമ്മു ഹബീബ ബീവി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്. അബൂ സുഫിയാൻ എന്നവരെ മുസ്ലിം ആയിട്ടുണ്ടല്ലോ, അവസാന കാലത്ത് സ്വഹാബിയായി മാറിയിട്ടുണ്ട്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ആണിപ്പോ. പഴയ കാലം പറയുമ്പോൾ അബൂ സുഫിയാൻ എന്ന് പറഞ്ഞു പോകും. ഇനി പറഞ്ഞുകൂടെ റളിയല്ലാഹു അൻഹു ആണ്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ഉമ്മു ഹബീബ് റളിയല്ലാഹു അൻഹാ. ഉമ്മു ഹബീബ ബീവിയുടെ ആങ്ങളയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അവരുടെയൊക്കെ ഉമ്മയുണ്ട് ഹിന്ദ് റളിയല്ലാഹു അൻഹാ. അബൂ സുഫിയാൻ എന്നവരുടെ ഭാര്യ ഹിന്ദ്, രണ്ടുപേരും റളിയല്ലാഹു അൻഹയും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നത് മക്ക ഫതഹ് നടക്കുന്ന സമയത്താണ്. നബി തങ്ങളുടെ കാലഘട്ടത്തിന്റെ അവസാന കാലത്ത് മക്ക ഇസ്ലാമിലേക്ക് വന്നപ്പോ, മക്ക നഗരം മുസ്ലിമീങ്ങൾക്ക് ഫതഹായി കിട്ടിയപ്പോ, ആ സമയത്ത് ബീവി വന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന സൗജി അബാ സുഫിയാൻ റജുലുൻ സഹീഹുൻ ബഖീലുൻ. യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ പിശുക്കനാണ് നബിയേ, പിശുക്കനാണ്. എനിക്കും എന്റെ മക്കൾക്കും ആവശ്യമായതൊന്നും തരാത്ത ഒരു ഭർത്താവാണ്. അതുകൊണ്ട് നബിയേ, ഭർത്താവിന്റെ സമ്മതമില്ലാതെ അബൂ സുഫിയാൻ എന്നവരുടെ പോക്കറ്റിൽ നിന്ന് എനിക്ക് സമ്മതമില്ലാതെ പൈസ എടുക്കാൻ പറ്റുമോ നബിയേ? ഇതാണ് വിഷയം, അതാണ് ചോദ്യം. ആവശ്യത്തിനുള്ള പൈസ കൊടുക്കുന്നില്ല, പിശുക്കനാണ്, അതുകൊണ്ട് ചോദിക്കാതെ എടുക്കാൻ പറ്റുമോ? ചോദിക്കാതെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കുറ്റി കിട്ടിട്ട് നിറച്ചിട്ട് പിന്നെ ഒരു മോതിരം വാങ്ങാം. ഭർത്താവിന്റെ സമ്മതമില്ലാതെ പറ്റൂല മോളെ, ഭർത്താവിന്റെ സമ്മതം വേണം. നല്ല ഉദ്ദേശമാണ്, പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, ലക്ഷ്യവും നന്നാവണം, മാർഗവും നന്നാവണം. ലക്ഷ്യം നല്ലതന്നെ. നിങ്ങളുടെ കുട്ടിക്കല്ലേ ഞാൻ ഒരുമിച്ച് കൂട്ടിയത്, നിങ്ങളുടെ കുട്ടിക്കല്ലേ സ്വർണം വാങ്ങാനല്ലേ ഞാൻ അടിച്ചു മാറ്റിയതെന്ന്. അതൊക്കെ ശരിയാണ്. സമ്മതം വാങ്ങാതെ ചെയ്താൽ കുറ്റുണ്ടാവുന്ന. നബി തങ്ങൾ പറഞ്ഞു, ഹിന്ദെന്നവരെ, നിങ്ങളുടെ ഭർത്താവിന് പിശുക്കുള്ള ഒരാളായതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ആവശ്യമായ ചെലവിന് എത്ര വേണോ അത് നിങ്ങൾക്ക് സമ്മതമില്ലാതെ എടുക്കാൻ പറ്റും. അതിലേറെ നിങ്ങൾ എടുത്തു പോവല്ലേ.
നിങ്ങൾക്ക് ആവശ്യമായത്, നിങ്ങളുടെ മക്കളുടെയും ചെലവിന് ആവശ്യമായത് എത്രയോ അത് സമ്മതമില്ലാതെ തന്നെ കഴിവുള്ള സമ്പാദ്യമുള്ള ഭർത്താവ് നൽകാതിരുന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അത്ര ആവശ്യമുള്ള അത്ര ഏറെടുക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് ജായിസാൻ, അതിന് മോഷണം എന്ന് പറയില്ല. എന്തേ ഭർത്താവ് ഇങ്ങനെ പിശുക്കനായതുകൊണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കി പറഞ്ഞാൽ മഹാനായ അബൂ സുലൈമാൻ അദ്ദാറാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മഖൂലയുണ്ട്. അവർ പറയുന്നത് ലൈസ ഇൻദനാ അൽ ഇബാദ അൻ തസിഫ ഖദമൈക വഗൈറുക യഫുത്തു ലക്. നമ്മുടെ കണക്കിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി സഫായി നിൽക്കല്. നമ്മൾ സഫായി നിൽക്കുന്നു, തന്റെ കച്ചവടക്കാർ, തന്റെ കൂട്ടുകാരൻ, തന്റെ ജ്യേഷ്ഠൻ, തന്റെ വാപ്പ അവരധ്വാനിക്കട്ടെ. ആര് പ്രായപൂർത്തിയുള്ള വിദ്യാഭ്യാസമുള്ള ജോലി ചെയ്യാൻ പ്രായമായ ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്യാതെ പള്ളിയിൽ പോയി നിൽക്കുകയാണ്? വേണ്ട. പള്ളിക്ക് പുറത്തും ഇബാദത്തുണ്ട്, നിസ്കാരം കഴിഞ്ഞിട്ടും ഇബാദത്തുണ്ടല്ലോ. ജോലി ചെയ്യേ. ഹബീബായ നബിയുടെ മുമ്പിൽ ഒരാൾ വന്നു. ഒരു സ്വഹാബി വന്ന പരാതി, എന്തോ ഒരു അത്ഭുതമുള്ള സംഭവം. ആ സ്വഹാബി വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. എന്റെ സഹോദരൻ ജോലി ചെയ്യാതെ ഇൽമു പഠിക്കുന്ന ആളാണ്. ഇൽമു പഠിക്കാൻ പോവാ. മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു എക്സെപ്ഷൻ ഉണ്ട്, അതാ ഞാൻ പറയാൻ പോകുന്നത്. മുത്തഅല്ലിമീങ്ങൾക്ക് പഠിക്കാൻ, ഇൽമുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ആൾ, ജ്യേഷ്ഠൻ അവനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ പഠനം പൂർത്തിയാവുന്നവരെ വാപ്പയും ജ്യേഷ്ഠനും അവനെ സപ്പോർട്ട് ചെയ്യണം. പഠിക്കാൻ, വിശേഷിച്ച് ഇൽമിന്റെ പഠനം, അതിന് കുഴപ്പമില്ല. വെറുതെ ഇരിക്കുമ്പോഴാണ് പ്രശ്നം. നബിയോട് വന്ന് പറഞ്ഞു, നബിയേ, ഞാൻ അധ്വാനിക്കുന്ന ആളാണ് നബിയേ, എന്റെ അനുജൻ പഠിക്കാൻ എന്ന് പറഞ്ഞ അങ്ങയുടെ സദസ്സിലേക്ക്, അങ്ങയുടെ മജ്‌ലിസിലേക്ക് വഅദ് കേൾക്കാൻ വേണ്ടി, അങ്ങയുടെ സുന്നത്ത് പഠിക്കാൻ വേണ്ടി എപ്പോഴും മദീനയിലെ പള്ളിയിലാണ്. ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണമാണ് നബിയെ അവൻ കഴിക്കുന്നത്. എന്റെ അനുജനി ചെയ്യുന്നത് ശരിയാണോ? അവനും അധ്വാനിക്കേണ്ടവനല്ലയോ? അവനോട് ജോലി ചെയ്യാൻ പറയണ്ടേ നബിയെ? അവനിങ്ങനെ ഇൽമു പഠിക്കാൻ എന്ന് പറഞ്ഞ് അങ്ങയുടെ കൂടെ കൂടിയിട്ട് എന്റെ സമ്പാദ്യമാണ് അവൻ കഴിക്കുന്നത് എന്ന പരാതി വന്നപ്പോ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? ലഅല്ലക തുർസഖു ബിബറകതിഹി. നിങ്ങൾക്കൊന്നറിയണോ, നിങ്ങളുടെ അനുജൻ ഇൽമു പഠിക്കാൻ പോകുന്നതിന്റെ ബറക്കത്ത് കൊണ്ടാണ് നിങ്ങൾക്ക് അല്ലാഹു ജോലി തന്നതും, നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം തന്നതും, ആ ജോലിക്ക് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതും അനുജൻ ഇൽമു പഠിക്കുന്നതിന്റെ ബറക്കത്താണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇൽമു പഠിക്കുന്ന മക്കളുണ്ടോ? അവരിതിൽ എക്സെപ്ഷനാണ്. അവർക്ക് ഒഴിവ് കഴിവുണ്ട്. അവർ ജോലി ചെയ്യണ്ട, അവർ പഠിച്ചോട്ടെ, പഠനം കഴിഞ്ഞിട്ട് മതി. അങ്ങനെ മുത്തഅല്ലിമീങ്ങളായ മക്കള്, ഹാഫിദീങ്ങളായ മക്കള് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ മക്കൾ കാരണം അല്ലാഹു ബറക്കത്ത് തരുന്നത് കാണാൻ കഴിയും, നമുക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഭക്ഷണത്തിന്റെ ഗോതമ്പിന്റെ ഒരു പാക്കറ്റ് ഒന്നാകെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോഴാണ് മഹാനായ സയ്യിദ് ഇബ്നു സൗഹാൻ, താബിഈങ്ങളിൽ പ്രമുഖനാണ്, ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, യാ അബാ അബ്ദില്ലാഹ് തഫഅലു ഹാദാ വഅൻത സ്വഹിബു റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ സൽമാനുൽ ഫാരിസി, നിങ്ങൾ ഇങ്ങനെ ചാക്കില് ഗോതമ്പ് വാങ്ങിച്ചു പോരുകയാണോ എന്ന് മഹാനായ സയ്യിദ് ഇബ്നു സൗഹാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു. നിങ്ങൾ ഇങ്ങനെ ചെയ്യേ, തവക്കുലാക്കിയാ പോരെ, കുറച്ച് വാങ്ങിച്ചാ പോരെ, ഇത്രയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകണോ എന്ന് ചോദിച്ചു. വീട്ടിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സ്റ്റോർ റൂമൊക്കെ അല്ലേ. സ്റ്റോർ റൂം എന്നൊക്കെ പറഞ്ഞാൽ മിനിമം ഒരു മാസത്തേക്കുള്ള അരി അവിടെ നമ്മൾ എടുത്തു വെക്കുകയാണ്. അപ്പോ വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ, അതിൽ തെറ്റുണ്ടോ? ഇല്ലേ, ഒരു കുഴപ്പമില്ല, അതിലൊരു കുഴപ്പമില്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന മുത്ത് റസൂലിന്റെ സ്വഹാബി, അവരാണ് ഖന്തഖ് കുഴിക്കാൻ നബി തങ്ങൾക്ക് ഉപദേശം കൊടുത്തത്. ഖന്തഖ് യുദ്ധം നടക്കുമ്പോ ആ സ്വഹാബി വരെ പറഞ്ഞു, ഇന്നൻ നഫ്സ, ശരീരം, ഇദാ അഹ്റസത് ഖൂതഹാ, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ശരീരത്തിന് ആവശ്യമായത് നമ്മൾ ഒരുക്കി വെച്ചാൽ, വതഫറഗത് ലിൽ ഇബാദ, ഇബാദത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്താൽ, ശരീരത്തിൽ നിന്നും വസ്വാസിന്റെ അസുഖം നീങ്ങിപ്പോകുമെന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അതായത് ഭക്ഷണം കഴിക്കാനുള്ളത് പടച്ചവനിന്റെ കുട്ടികൾക്ക് തിന്നാനൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോ വസ്വാസ് വരും. പടച്ചവനെ, അല്ലാഹുവേ, ഉച്ചയ്ക്ക് നേരമായി, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരാൻ നേരമായി, ചോറ് കൊടുക്കാൻ ഒന്നില്ലല്ലോ, ഭക്ഷണം വീട്ടിലില്ലല്ലോ,
എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് രാവിലെ പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് ദുഹർ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ മനസ്സിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള വസ്വാസും ചിന്തയും വരാതെ ഇബാദത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇതെന്നെ സഹായിക്കുന്നുണ്ടെന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. സ്റ്റോർ റൂമിൽ സാധനം കൊണ്ടുപോയി വെക്കണതിന് എന്തില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. റാഹത്തായാലേ നമുക്ക് കുട്ടിയൊക്കെ തിന്നാനുണ്ടല്ലോ. അൽഹംദുലില്ലാഹ് പള്ളിയിലൊക്കെ റാഹത്തിന് നിസ്കരിച്ചിട്ട് വരാം, അതിന് കുഴപ്പമില്ല. എന്താണ് നമ്മുടെ ശരീഅത്ത് ചർച്ച ചെയ്യാതെ പോയത് എന്നാണ് അത്ഭുതം. എന്താണ് നമ്മുടെ ശരീഅത്ത് പറയാതെ പോയത്? ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ബന്ധികളാണ്, ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തു ചൊല്ലൂ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരു സ്വലാത്തും കൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ആദ്യത്തിൽ 3 ചൊല്ലിയില്ലേ, ഇതിൽ 2, ഇനി അടുത്തിൽ എത്ര ഉണ്ടാവുള്ളൂ? 1. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർത്തും. അങ്ങനെയാണ് പോണത് ഇൻഷാ അല്ലാഹ്. ഞാനൊരു ചായ ഉൾപ്പെടെ കുറച്ച്. നിങ്ങൾക്ക് ചായ ഒന്നും ഇല്ലാന്നാ തോന്നണല്ലേ? ചായ വെള്ളമൊക്കെ ഉണ്ടോ നമ്മുടെ അതിഥികൾക്ക്? ചായക്ക് വല്ലാണ്ട് പുതിയുള്ളൊരു കൈ പൊക്കിയാട്ടെ. ഈ ചായ കിട്ടിയ തിരക്കിടില്ല എന്നുള്ളത് ആരെങ്കിലും ഉണ്ടോ? ഇതിന് കണ്ണറട്ടൊന്നുമില്ലല്ലോ ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അൽഹംദുലില്ലാഹ്. അപ്പോ എത്ര കാലം നമ്മൾ റിട്ടയർമെന്റ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത വിഷയം. റിട്ടയർമെന്റിന്റെ പ്രായം എത്രയാന്നൊക്കെ. ഇപ്പൊ ഗവൺമെന്റ് എത്ര റിട്ടയർമെന്റ് സമയം എത്രയാണ്? 55ഓ 60ആയോ ഡോക്ടറെ? 56. 56 നല്ല ആരോഗ്യമുള്ള സമയമാണ് അതൊക്കെ അല്ലേ? 56 റിട്ടയർമെന്റിലേക്ക് പോകണമെന്നാണ്. ഈ പണിക്ക് മതിയാക്കി വിട്ടു പോയിരുന്നോണ്ട് നിങ്ങൾ ഭാഷ തരാം. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ സംഗതി ഇല്ല എന്നാണ്. നമ്മുടെ ശരീരത്തിൽ എന്തില്ല? ശരിക്ക് ഈ വീക്കെൻഡ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്നാണ്. 2 ദിവസം എന്ത് ചെയ്യുക, ജോലി എടുക്കാതെ നമ്മൾ ഫ്രീ എടുക്കുക, അങ്ങനെ ഇല്ല എന്നാ. കാലം മുഴുവൻ അധ്വാനിക്കണം എന്നാണ്. മുൻകാലങ്ങളിൽ അത് ഉണ്ടായിരുന്നില്ലെന്ന അത്ഭുതം. വീക്കെൻഡ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. ഞായറാഴ്ച ലീവ് അല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച ലീവ്, അങ്ങനെ സംഭവമല്ല. കാരണം നമ്മുടെ യന്ത്രവൽക്കരണങ്ങളൊക്കെ വരുന്നതിന്റെ മുമ്പ് കൃഷിയിടങ്ങളിൽ മനുഷ്യന്മാർ അധ്വാനം തുടങ്ങിയപ്പോൾ കന്നുകാലികളെ വെച്ച് ഉഴുതാണ്. അത് 7 ദിവസം കൊല്ലം മുഴുവൻ പണിയാണ്. പിന്നെ ആ ട്രാക്ടർ വരുന്നത്. അപ്പൊ മൂപ്പർക്ക് റിപ്പയർമെന്റിന്റെ സമയം വേണം. മെഷീനറി വന്നപ്പോൾ റിപ്പയർ ചെയ്യാൻ ഒരു ദിവസം ഒക്കെ ഹാൾട്ട് എടുക്കല്ലേ, ഒരു ദിവസം ലീവാക്കല്ലേ എന്ന് പറഞ്ഞപ്പോഴാ വികസിത രാജ്യങ്ങളിൽ ഒരു ദിവസം ലീവ് വന്നത്. അന്ന് മെഷീൻ ശരിയാക്കാൻ, മെഷീൻ കൊണ്ടുള്ള പണി തുടങ്ങിയപ്പോൾ. മെഷീൻ വരുന്നതിന് മുമ്പ് നിരന്തരം ജോലി തന്നെയാണ്. ഒരു ദിവസം മെഷീൻ ലീവാണെങ്കിൽ ഒരു നമുക്ക് ലീവ് വേണ്ടെന്ന് പിന്നെ ആലോചിച്ചതാണ്. അങ്ങനെ അപ്പൊ 2 ദിവസമൊക്കെ ലീവാകുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ. ഏതായിരുന്നാലും മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടല്ലോ. അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രായമായപ്പോ, വയസ്സ് 70 കഴിഞ്ഞപ്പോ കൃഷി ചെയ്യാൻ കൃഷിയിലാണ് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു. സ്വഹാബികളിൽ പ്രമുഖനാണല്ലോ. അപ്പൊ ചോദിച്ചു, ഒരാൾ ചോദിച്ചത് കണ്ടപ്പോ, ഒരുപാട് പ്രായമായ ആളായതിന്റെ ശേഷം, വാർദ്ധക്യം വന്നതിന്റെ ശേഷം നിങ്ങൾ കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയാണോ? ഈ വയസ്സ് പ്രായത്തിലൊക്കെ അധ്വാനിക്കുകയാണോ എന്ന് ചോദിച്ചു. ആരോട്? സ്വഹാബിയായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട്. 70 വയസ്സുള്ള ഒരാൾ ഒരു തെങ്ങിന്റെ തൈ നടുക എന്ന് വിചാരിച്ചോളൂ. അതുപോലെ അദ്ദേഹം ഒരു ഈത്തപ്പന നടുകയാണ്. അപ്പൊ വഴിയിലൂടെ കടന്നുപോയ ആൾ പറഞ്ഞു, പിന്നെ ഈ 70 കഴിഞ്ഞ് നിങ്ങൾ ഇത് കുഴിച്ചിട്ടിട്ട് ഇത് കായ്ച്ചു വരുമ്പോഴേക്കും നിങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുമോ? മിനിമം ഒരു 20 കൊല്ലെങ്കിലും കഴിയണ്ടേ ഇതിന് പൂർണ്ണ വളർച്ച എത്തിയിട്ട് അതിന്റെ പഴവർഗ്ഗങ്ങൾ ലഭ്യമാവാൻ, അല്ലെങ്കിൽ 10 കൊല്ലം കഴിയണ്ടേ? അതുവരെ നിങ്ങൾ ബാക്കിയുണ്ടാകുമോ? ആർക്ക് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത് എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. നല്ല ചോദ്യമാണല്ലേ? നല്ല ചോദ്യമാണ്. എന്താ മറുപടി എന്നറിയോ? എന്തായിരിക്കും മറുപടി? നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? ആർക്കെങ്കിലും അങ്ങോട്ട് തിരിച്ച് പറഞ്ഞുതരാൻ സൗകര്യമുള്ളവരെന്ന് കൈപൊക്കിയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞോളൂ. എന്തായിരിക്കും ഫജൽ? എന്റെ മുമ്പുള്ള ആളുകൾ വെച്ചതാണല്ലോ ഞാൻ തിന്നത്, അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് തിന്നാൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ. നല്ല ആൻസറാണ്. ഈ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടോ മുമ്പ്? ഇല്ല. അബൂദർദാ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? മാ അലയ്യ അൻ യകൂന ലി അജ്റുഹാ വയഅകുല മിൻഹാ ഗൈരി.
ഈ ഭക്ഷണം മറ്റുള്ളവർ തിന്നുന്നതിന് എന്താണ് വിരോധം? എനിക്കാണല്ലോ അതിന്റെ കൂലി കിട്ടുന്നത്, ഈ നട്ടതിന്റെ കൂലി എനിക്കാണല്ലോ, അത് കഴിക്കുന്നത് മറ്റാരെങ്കിലും ആയാലെന്ത്, ഞാൻ ഈ കൃഷി ചെയ്യുന്നത് എനിക്ക് അല്ലാഹു ഇതിന് കൂലി തരുമല്ലോ എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു, എനിക്ക് കൂലി തരുമല്ലോ അല്ലാഹു, തിന്നുന്നത് ആരോ ആയിക്കോട്ടെ, ഞാൻ കൃഷി ചെയ്യുന്നത്, പ്ലാന്റ് ചെയ്യുന്നത്, ഫാം ചെയ്യുന്നത് അല്ലാഹു കൂലി തരുന്ന വിഷയമാണല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. ആരെങ്കിലും കഴിച്ചോട്ടെ, അതിനെന്താ, ആരെങ്കിലും കഴിച്ചോട്ടെ, മറ്റാരൊക്കെയോ നട്ടുവെച്ചതാണ് നമ്മളിപ്പോ കഴിക്കുന്നത്. നമ്മുടെ ഫദൽ സൂചിപ്പിച്ച പോലെ അതുപോലെ വിശുദ്ധ ഹബീബ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഇദാ ഖാമത്തിൽ ഖിയാമ വഫീ യദി അഹദികും ഫസീല. ഖിയാമത്ത് നാളിന്റെ ഘോരമായ ശബ്ദം കേൾക്കുകയാണെന്ന് വിചാരിക്കുക. ഘോരമായ ശബ്ദം, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണെന്ന് സങ്കല്പിക്കുക. വഫീ യദി അഹദികും ഫസീല. നിങ്ങൾ ഏതെങ്കിലും ഒരാളിന്റെ കയ്യിൽ ഈത്തപ്പനയുടെ ഒരു ചെറിയ മുള പൊട്ടിയ ഒരു ചെറിയ തൈ നിങ്ങളുടെ കൈകളിലുണ്ട് എന്ന് സങ്കല്പിക്കുക. അതിങ്ങനെ മണ്ണിലേക്ക് വെക്കാൻ പോകുമ്പോഴാണ് ആകാശം പൊട്ടിപ്പിളരുന്ന ശബ്ദം കേൾക്കുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ചെറിയ തൈ അവിടെ വലിച്ചെറിഞ്ഞു പോവുകയല്ല, നിങ്ങളത് കൃഷി ചെയ്തതിന്റെ ശേഷം മണ്ണിലേക്ക് വെച്ചു കൊടുത്തതിന്റെ ശേഷം നിങ്ങൾ പിന്നെ ഖിയാമത്തിന് ഒരുങ്ങിക്കോളൂ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലേറെ മനുഷ്യനെ കൃഷി ചെയ്യണമെന്നും അധ്വാനിക്കണമെന്നും പഠിപ്പിക്കുന്ന വേറെ എന്ത് ഹദീസ് വേണം? എന്ത് വേണം? ഖിയാമത്ത് നാളെ നടക്കുകയാണ്, ഇനി ഇത് വളരൂല, ഇത് വളർന്നു വരാനോ കായ്ക്കാനോ ഇനി സമയമല്ല, ലോകം ഒടുങ്ങുകയാണ്. എന്നാലും പ്രതീക്ഷ വിടണ്ട, നിങ്ങൾ ആ പ്ലാന്റ് ചെയ്തതിന്, ആ ചെടി നട്ടുവെച്ചതിന്റെ കൂലി അള്ളാഹു നിങ്ങൾക്ക് തരും. അതിന് അള്ളാഹു കൂലി തരും. അതുകൊണ്ട് ചെടി വെച്ചു കൊടുത്താൽ കൂലി കിട്ടും. നമ്മുടെ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ചെടി വെച്ചു കൊടുത്താൽ കൂലി കിട്ടും. ചെടി വെച്ചാൽ മഴ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണതല്ലേ. കാലാവസ്ഥയൊക്കെ നല്ല ഓക്സിജൻ കിട്ടാനൊക്കെ നല്ലതാണ്. നമുക്ക് സീതിയാജി പറഞ്ഞു എന്നൊക്കെ പറയും, കടലിൽ മഴയുടെ മരണ്ടായിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മഴ വരലെങ്കിലും കിട്ടിയെന്ന് വരും. പക്ഷേ ഇതൊരു കൂലിയുള്ള വിഷയമാണ്, ഇതൊരു കൂലിയുള്ള വിഷയമാണ്. നമ്മുടെ കൈ കൊണ്ടൊരു ജീവനുള്ള ചെടിയൊക്കെ ജീവനാണ്, സസ്യങ്ങൾ ജീവനുള്ളവയാണ്. അത് നട്ടുകഴിഞ്ഞാൽ അതിന് പ്രതിഫലമുണ്ട്. ഖിയാമത്ത് നാളെ നടക്കുകയാണെന്ന് തന്നെ വിചാരിച്ചോളൂ. ലോകം ഇടിഞ്ഞു പൊളിയുകയാണ്. ആ നേരത്ത് നിങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഈ പ്രകമ്പനൊക്കെ കേൾക്കുന്നത്. ആദ്യം നിങ്ങൾ അത് നടണം, എന്നിട്ട് ഖിയാമത്തിന് ഒരുങ്ങിക്കോളൂ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്ക് ക്രിയേറ്റിവിറ്റി ഈ സമൂഹത്തിൽ, നന്മ വേണം, ഇന്നോവേഷൻ, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസനുൽ ബന്ന, അദ്ദേഹം ഒരു ചിന്തകനായിരുന്നു, ആധുനിക ചിന്തകനാണ്. അദ്ദേഹത്തിന്റെ മറ്റു ചിന്താധാരകളോട് ഉള്ള യോജിപ്പോ വിയോജിപ്പോ പ്രകടിപ്പിക്കാനല്ല, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹം ഒരു സംഭവം അദ്ദേഹം ഓതുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് സൂറത്തു സബയിൽ അവർ പറയാൻ, വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ഇങ്ങനെ കേട്ടാൽ നമ്മളാണ് ഇതുമായി ബന്ധപ്പെട്ട ഫാക്ടറികൾ തുടങ്ങേണ്ടത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. സൂറത്തു സബയിൽ അല്ലാഹു തആല പറയുന്നു, ദാവൂദ് നബി അലൈഹിസ്സലാമിനെ പ്രശംസിച്ചുകൊണ്ട് പറയാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وألنا له الحديد أن اعمل سابغات وقدر في السرد واعملوا صالحا إني بما تعملون بصير. أن اعمل سابغات, ദാവൂദ് നബിയോട് നമ്മൾ പറഞ്ഞു, ദാവൂദ് നബിയെ, ഇരുമ്പിനെ നിങ്ങൾക്ക് ഞാൻ സോഫ്റ്റ് ആക്കി തന്നുവല്ലോ ദാവൂദ് നബിയെ. ഇരുമ്പ് നമ്മൾ മാവ് കുഴക്കുന്ന പോലെ ഇരുമ്പ് ഫ്ലെക്സിബിൾ ആയിരുന്നു. ആർക്ക്? ദാവൂദ് നബി അലൈഹിസ്സലാമിന്. ഇരുമ്പ് കൊണ്ട് എന്തും ഷേപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നു. അള്ളാഹു അങ്ങനെ ആക്കി കൊടുത്തു. നിങ്ങൾ എന്ത് ചെയ്യണം? ആർമർ ഉണ്ടാക്കണം, പടയങ്കി ധരിക്കണം, പടയങ്കിയായി ധരിക്കുന്ന വസ്ത്രം, നിങ്ങൾ ഇരുമ്പിന്റെ വസ്ത്രം നെയ്തെടുക്കണം. കച്ചവടം മാത്രം പോരാ, നല്ല അമലു സ്വാലിഹാത്തും വേണം. കച്ചവടക്കാരങ്ങളുണ്ട്, മുഴുസമയം കച്ചവടം. അവർക്ക് ഒരു ദർസിന് വരാൻ സമയമല്ല, ജമാഅത്തിന് കൂടാൻ നേരമില്ല, ഇൽമിന്റെ മജ്ലിസിന് വരാൻ സമയമല്ല. കച്ചവടം തന്നെ കച്ചവടം, ജോലി തന്നെ ജോലി, അങ്ങനെയുമല്ല. നിങ്ങൾ കച്ചവടം ചെയ്തോളൂ, നിങ്ങൾ നല്ല അമലുകൾ ചെയ്യുകയും ചെയ്യണേ എന്ന് അല്ലാഹു തആല ദാവൂദ് നബിയോട് പറഞ്ഞുവല്ലോ. പിന്നെ നമ്മൾ ഖുർആനിൽ നോക്കിയാൽ കാണാൻ കഴിയും, وعلمناه صنعة لبوس لكم لتحصنكم من بأسكم فهل أنتم شاكرون. وعلمنا, ദാവൂദ് നബിക്ക് നാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. صنعة لبوس,
യുദ്ധത്തിൽ നിന്ന് യുദ്ധം നടക്കുന്ന സമയത്ത് ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പരിചകളും യുദ്ധത്തിന്റെ വസ്ത്രങ്ങളും ഉണ്ടാക്കാൻ ദാവൂദ് നബിയെ നാം പഠിപ്പിച്ചുവല്ലോ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ നമ്മൾ ഈ വഴിക്ക് ചിന്തിച്ചിട്ടുണ്ടോ? മുസ്ലിം രാജ്യങ്ങൾ അവർക്ക് ഏതെങ്കിലും ഒരു ശത്രുവിനെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ വാങ്ങണമെങ്കിൽ അവരുടെ ശത്രുക്കളിൽ നിന്ന് വാങ്ങണം. ശത്രുക്കൾക്ക് കാശ് കൊടുത്ത് വേണം അവരിൽ നിന്ന് ആയുധം വാങ്ങിയിട്ട് വേണം അവരുടെ ശത്രുക്കളെ ഡിഫെൻഡ് ചെയ്യാൻ. എന്തുകൊണ്ട് നമുക്ക് സ്വയം പര്യാപ്തത വന്നില്ല? ഒരു ഉദാഹരണം. പിന്നെ പറഞ്ഞു വലി സുലൈമാന الريح غدوها شهر ورواحها شهر. ആകാശ ലോകത്തുകൂടെ വായുവിലൂടെ സഞ്ചരിക്കാനുള്ള സംവിധാനം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഉദൂഹാ ശഹറുൻ വറവാഹുഹാ ശഹർ. ഉദൂഹാ ശഹറുൻ, ഒരു രാവിലെയുള്ള ഒരൊറ്റ യാത്രയിൽ 1 മാസം എടുക്കുന്ന ദൂരമാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വാഹനം കടന്നുപോയിരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫ്ലൈറ്റുകളുടെയൊക്കെ ദൂരം എനിക്ക് അങ്ങനെ